ഇന്നത്തെ നമ്മുടെ പരിപാടി പ്രവാസ ജീവിതത്തിൽ ഡ്രസ്സ് അലക്കുന്നത് എങ്ങനെ. പ്രവാസിയുടെ പറയായിരിക്കാണ്. ഇന്നത്തെ ഡ്രസ്സ് അലക്കുന്ന സെക്ഷനിൽ നല്ല വിശാലമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ അലക്കാൻ പോകുന്നത്. ലേക്കിൽ വെള്ളം വന്നിട്ടാ ലേക്ക് അവിടെ വെള്ളമുണ്ട്. അവിടെ നല്ല വിശാലമായ ഒരു ലേക്ക് ഉണ്ട്. ഇവിടെ നല്ല മരങ്ങളുണ്ട്. നന്നായിണ്ട്. അലക്കണത് എങ്ങനെയാന്നുള്ള ഡെമോൺസ്ട്രേഷൻ. ആദ്യമായി ബക്കറ്റില് കുറച്ച് വെള്ളം നിറയ്ക്കുക. അതിൽ കുറച്ച് പൊടി ഇടുക. പൊടിയോടെ എന്റെ യൂണിഫോം താഴെ കിട്ടുന്നത് വിളിക്കും. ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് പറയട്ടെ. അതിനു ശേഷം പതയുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഇതിലേക്ക് ഇടുക. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പോരേണ്ടത്. എത്ര സുഖമായി ജീവിച്ച ജീവിതമായിരുന്നു. നേരത്തിന് ഭക്ഷണം, പുല്ല്, വെള്ളം, പുല്ലും വെള്ളത്തിന്റെ നീന്ത് പച്ചുവാ. കോലം കേട്ടോ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മസില് പൊന്തി. അത് വേറെ പലയിടത്തെ മസിലാണ് പൊന്തിയത്. എടാ എന്താണ് നിക്ക സോപ്പ് പൊടി ഇട്ടിട്ട് സോപ്പ് പൊടിയിലാണ് നടക്കണേ. സാവിയേ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് എവിടെ ടാഗ് ചെയ്തിനാണ് എടുത്തന്നെ. പിന്നെ ഫാൻസ് ഒക്കെ കാണട്ടെ, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കാണട്ടെ. നീ ഒരു അധ്വാനശീലമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യുവതലമുറയുടെ മാർഗമായി സാബീർ മുഹമ്മദ്. അതെ യൂണിഫോം ചേട്ടുമ്പോ തൊട്ട് കളിക്കണ്ട. കേസ് പറഞ്ഞപ്പോളാ എന്താണ് കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ച് പോയപ്പോളേ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി. എവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് വന്ന വഴി? ഇന്റർവ്യൂവിനല്ല, ജോലിക്ക് പോയ വഴിക്ക്. ഇന്നലെ ട്രെയിനിങ്ങിന് പോയത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നിട്ട് എന്ത്, ഞാൻ വണ്ടിയിൽ വെച്ച് പിന്നാലെ ഒരു 2 കിലോമീറ്ററോളം പിന്നാലെ പോയി കഴിഞ്ഞപ്പോ ഒരു സിഗ്നൽ എത്തി കഴിഞ്ഞപ്പോ ആ പെണ്ണ് എന്നെ നോക്കി. അപ്പൊ എനിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. ഞാൻ കുറച്ചു നേരം എന്നെ നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ, ഞാനും നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ കൂടെ വേറൊരു വണ്ടി വന്ന് നിർത്തി. രണ്ടുപേരും ഭയങ്കര സംസാരം കഴിഞ്ഞ് ഞാനതൊക്കെ കണ്ടോണ്ട് സിഗ്നലിൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവര് ചിരിക്കുമ്പോ വേറൊരു ശബ്ദം. എന്റെ ഉള്ള മൂടും പോയി. അപ്പൊ ക്യാമറ ഓൺ ആക്കിയോണ്ട് ഞാൻ പറയാം, സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ലിസൺ. കുറച്ച് നാളും കൂടി കഴിഞ്ഞ് നിങ്ങളൊരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടി ശ്രദ്ധിക്കണം, എല്ലാം ഒന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ ബാക്കി അലക്കലിലേക്ക് പോവാം. നീ നേരത്തെ പറ ബാസ് ഇട്ടത് അതോർത്ത് തിരിച്ചതാ. സംഭവം ഉള്ളതാ. ഞാൻ നമ്മ കാണുമ്പോ എന്നിട്ട് വിചാരിക്ക കറക്റ്റ് പെണ്ണെന്ന് വിചാരിക്കുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സംഭവം നമ്മ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലുള്ളതിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ഇതൊരു വ്യത്യാസവും ഇല്ല. അതന്നെ അവിടെ കാണുന്നത്. ഇപ്പൊ മഴ പെയ്ത് ഇത്ര വെള്ളം കയറിയിട്ടുണ്ട്. കാണാൻ നല്ല രസാ. 12 ചട്ടിയും കൂടി 12 ഷെഡി എന്താണ് നീ? 12 ഷെഡി ഷെഡി കച്ചവടത്തിൽ വന്നേക്കണേ. പെട്ടെന്ന് ഇറക്കാൻ എന്നിട്ടാണ് എന്റെ യൂണിഫോമിലൊക്കെ. സാവിർ മഴ പെയ്ത് നീ അലക്കിയത് വെറുതെ ചാറുണ്ടാ. പെട്ടെന്ന് ഇറക്കാൻ എന്നിട്ടാണോ എന്റെ ഷർട്ട് ഞാൻ റൂമിൽ കൊണ്ടിടാ. അല്ലേ നാളെ യൂണിഫോം ഉണ്ടാവില്ല. മാസ് പെട്ടെന്ന് വിരിച്ചിട്. എന്താ
അന്നേരം ഇറക്കിയതല്ലേ അതിന് നീ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴേ 4 മാസം BGM ഇട്ട് എഡിറ്റ് ചെയ്യും. നീ അലക്കി ഇത് കാണിക്കണോ? ഷർട്ടൊക്കെ കൊടുക്കുമ്പോ മാസടാ നീ ഒന്നുകൂടി കൂടെ ഞാൻ കറക്റ്റ് കിട്ടില്ല. ഇനി ഇട്ടോ എന്റെ ഷർട്ട് നിനക്ക് ആ മരത്തിനെ നോക്കിട്ട് എന്താണ് പറയാൻ തോന്നുന്നത്? ആ നേരെ നിക്കണ മരത്തിന് ഇതാ അതന്നെ. ഈ മരത്തിന് നോക്കിട്ട് എന്തെന്ന് പറയാനാ? എന്നാലും എന്തേലൊക്കെ ഒന്ന് പറ നോക്കട്ടെ കേക്കട്ടെ. വികാരം വന്നിട്ടോ മരം കണ്ടിട്ട് പട്ടി നീ അത് നോക്കി. അത് എന്നിട്ട് നല്ല ആനക്കൊണ്ട സിനിമ പിടിക്കാൻ പറ്റിയ സ്ഥലം. ആനാക്കോണ്ടല്ലേ വേറെ അത് സാബീന് ആനാക്കോണ്ടന്നെ തുറന്നോട്. ഞാൻ ആനക്കൊണ്ടനെ മുണ്ടോക്കി പേടിച്ചോടും. കാര്യം ചെയ്താലോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് റീൽസ് ചെയ്യാം. ശരി, ഞാൻ ഡാൻസ് കളിക്കാം. നോക്കട്ടെ അന്ന് പോരട്ടെ, സ്റ്റെപ്പ് പോരട്ടെ. പോരട്ടെ. സ്റ്റെപ്പ് ഇടാൻ പറ്റിയ ആള് ഇല്ലടാ, വേണ്ട. വേണ്ടേ? നീ ചെലപ്പോ അത് എടുത്തിട്ട് നാളെ നീ എന്നെ എയറി കയറ്റാനുള്ള അല്ലെങ്കിൽ അത് വേണ്ട. വേണമെങ്കിൽ ഞാൻ പാട്ട് പാടാം. പാട്ട് പാടാം. ട്രെൻഡിങ് ആയ ഒരു വെറൈറ്റി പാട്ടാ. പാടാ. എന്റെ പേര് സാബിർ, എനിക്ക് ഈ വയസ്സ് 5. മുണ്ട് പൊക്കി മൂത്രമൊഴിച്ചപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് എത്തി നോക്കി, എന്താ മോനത്.